എനിക്ക് എൻ്റെ ലോകമെമ്പാടുമുള്ള എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരോടൊരു സന്തോഷകരമായ ഒരു കാര്യം, ഒരു അവാർഡ് കിട്ടിയ കാര്യം എനിക്ക് അറിയിക്കേണ്ടതുണ്ട്. അത് ഞാനൊരു 2015 കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നു, പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നത് കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അന്നത്തെ ഡ്യൂട്ടി ഓഫീസർ, അതായത് അന്നത്തെ സൂപ്രണ്ട് എന്നെ ക്ഷണിക്കുകയും 2006 മുതൽ ഇങ്ങോട്ട് ഞാൻ പാമ്പുകളെക്കുറിച്ച് ക്ലാസ്സുകൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും, കാസർഗോഡ് മുതൽ പാറശാലയിൽ എടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അന്നത്തെ അധികാരികളും മന്ത്രിമാരൊക്കെ വാക്കാലെ പറഞ്ഞു കേരളത്തിൽ മുഴുവൻ അവയർനെസ് ആവശ്യമാണെന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. 2015 ആ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു അവാർഡ് ഈ 2026 4 മാസം 6-ാം തീയതി എനിക്കൊരു അവാർഡുണ്ടായിരുന്നു. അത് കോഴിക്കോട് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചിലെ അവാർഡായിരുന്നു. എനിക്കെതിരെ ഒരു കേസ് ഇപ്പോൾ കഴിഞ്ഞ വർഷം 2015 പാമ്പിനെ വെച്ച് ക്ലാസ് എടുത്ത്, അതിന് മുന്നേയൊക്കെ ക്ലാസ് എടുത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ 2024 ഒരു കേസ് മനഃപൂർവ്വമായിട്ട് എൻ്റെ പേരിൽ ചാർജ് ആക്കുകയും അത് വാറണ്ടാക്കി ഈ ഏപ്രിൽ മാസം 6-ാം തീയതി അറസ്റ്റ് വാറണ്ടാക്കി തന്നു. അത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിലെ അധികാരികൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കാരണം 10-39 വർഷമായി ഞാൻ ഈ മേഖലയിൽ എൻ്റെ ജീവിതമെല്ലാം ഒഴിഞ്ഞു വെച്ച് സഞ്ചരിച്ചതിന് കേരളത്തിൻ്റെ അധികാരികൾ തന്ന അവാർഡിന് പ്രത്യേകിച്ച് തന്നെ വനംവകുപ്പിലുള്ള മുഴുവൻ ആൾക്കാർക്ക്, വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നതിന് മുന്നോട്ടുണ്ടായിരുന്നു. അന്ന് പഴയ മന്ത്രിയുടെ പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, വർഷങ്ങളായി ക്ലാസ് എടുക്കുകയല്ല, ഒരു പ്രശ്നമില്ല എന്ന് പറയും. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നല്ലൊരു അവാർഡ്, ഒരു 10-40,000 50,000 രൂപ ചിലവാക്കി എനിക്കൊരു അവാർഡ് ഇപ്പോൾ എടുക്കേണ്ടി വന്നു. സന്തോഷം. അധികാരി കേസ് ചമച്ചുണ്ടാക്കിയ അധികാരികൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അതിലുപരി ഇന്ന് കോമാളിത്തരം കാണിക്കുന്ന വനംവകുപ്പിൻ്റെ ഒരു ഓഫീസറുടെ കീഴിൽ തന്നെ പല സ്ഥലങ്ങളിലും ആൾക്കാരെ വിളിച്ചുകൂട്ടി, റോഡേ കൂടെ പോകുന്നവരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു പാമ്പിനെ വെച്ച് പീഡിപ്പിച്ച് 50-60 പേരുണ്ട് പീഡിപ്പിക്കുന്നവരുടെ പേരിലൊന്നും കേസില്ല, ഒരു കുഴപ്പമില്ല. വാവാ സുരേഷിൻ്റെ പേരിൽ മാത്രം അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതൊരു വലിയൊരു പത്മശ്രീ ആയിട്ട് ഞാൻ കാണുന്നു. സന്തോഷം. എല്ലാവരും അതൊന്ന് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാൽ ഇങ്ങനെ ഉള്ള എന്താ പറയുക, ലോകത്ത് ഒരിടത്തുമില്ലാത്ത ഒരു സംഭവമാണ് കേരളത്തിലാണ്. ബാക്കി ഒരു സംസ്ഥാനങ്ങളിലും ഇല്ല. പിടിക്കുന്ന പാമ്പുകളെ കണ്ടവൻ്റെ പറമ്പിക്കൊണ്ട് വിട്ടുകൊടുക്കുന്നു, അത് പ്രശ്നമില്ല. 4000-5000 രൂപ ചോദിച്ചു വാങ്ങി പാമ്പ് പിടിക്കുന്നു, ഒരു കുഴപ്പമില്ല. എല്ലാം ത്യജിച്ചുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്ന എനിക്ക് നല്ല അവാർഡ് കിട്ടി. സന്തോഷം. നന്ദി. കേരളത്തിലെ മുഴുവൻ വനംവകുപ്പിൻ്റെ ഓഫീസർമാർക്കും നന്ദി.